ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡിസൈനർ നെക്കായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഈവൻ ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റിയൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പർ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ പേപ്പർ ക്യാൻവാസ് രണ്ടാക്കി മടക്കുക. എന്നിട്ട് നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3.25 അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 3.25 കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ നെക്ക് ലെങ്ത്താണ്. ഞാനിവിടെ 5.5 നെക്ക് ലെങ്ത്ത് എടുക്കുന്നത്. അതിന് ശേഷം താഴേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വരച്ചു കൊടുക്കുക. രണ്ടും ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കുക. ഇനി ഈ ഒരു 5.5 നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് 7 ഇഞ്ചിലേക്ക് സ്ലാൻഡിങ് ആയി പിടിച്ചിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 3.25 കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് എടുത്തില്ല, ആ 1 ഇഞ്ചിൽ നിന്ന് ഈ 5.5ലേക്ക് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ച് കൊടുക്കുക. ഈ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചതിന് ശേഷം ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു 3.25 എടുത്ത് നെക്ക് വിഡ്ത്തിൽ നിന്ന് ഈ ഒരു 1 ഇഞ്ചിലേക്ക് നമ്മൾ കർവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഷേപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാറ്റേൺ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ലൈറ്റായിട്ട് കർവ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുത്തിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ നെക്ക് പാറ്റേൺ വരുന്നത്. കണ്ടോ, ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നമ്മളുടെ കുർത്തി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ നോക്കിയാൽ അറിയാം എങ്ങനെയാണ് കുർത്തി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത നെക്ക് പാറ്റേൺ നമ്മൾ ഒരു ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ അയൺ ചെയ്യുക. ഇനി ഈ എഡ്ജുകളൊക്കെ ഒന്നിങ്ങനെ ചെറിയ കട്ടുകൾ കൊടുത്തിട്ട് ഇതിനോട് കൂടി നമുക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റിക്ക് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കണം. ഈ പീസായാലും ഇതേപോലെ നമ്മൾ അയൺ ചെയ്ത് എടുക്കുക. ഇനി ഇതിൻ്റെ നമ്മൾ ഇങ്ങനെ 2 പീസുകളിൽ വേണം ഇത് പ്ലേസ് ചെയ്യാൻ. ഇതിൻ്റെ അടിയിലായാലും അപ്പോൾ നല്ല വശം കൂടി ചേർത്തിട്ട് വേണം ഇങ്ങനെ പ്ലേസ് ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്യാം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പം ഇതിൻ്റെ തുണി, അതായത് അടിയിലുള്ള പീസും മുകളിലുള്ള പീസിൻ്റെയും നല്ല വശം തമ്മിൽ ചേർത്തിട്ട് വേണം പ്ലേസ് ചെയ്യാൻ. എന്നിട്ട് ചീത്ത വശത്തു നിന്നാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പേപ്പർ ക്യാൻവാസിൻ്റെ ഇതിൽ തട്ടാത്ത രീതിയിൽ ഇങ്ങനെ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് താഴത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്ത് നിർത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ എഡ്ജുകളൊക്കെ ഒന്ന് നമുക്ക് ട്രിം ചെയ്ത് മാറ്റണം. ഇങ്ങനെ ട്രിം ചെയ്ത് മാറ്റുക. എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇത് മറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട്
അയൺ ചെയ്യണം. അപ്പോൾ നമ്മൾ നെക്ക് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ മറ്റേ പീസും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ച പാറ്റേൺ ഈ ഒരു നമ്മളുടെ കുർത്തീൻ്റെ നല്ല വശത്ത് വെച്ചിട്ട്, അതായത് ഈ ഒരു നെക്ക് പാറ്റേണിൻ്റെ നല്ല വശവും കുർത്തീൻ്റെ നല്ല വശവും കൂടിയും പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ എഡ്ജിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സ്ലാഷസ് ഇട്ട് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് മറിച്ച് കൊടുക്കുക. അപ്പം ഞാൻ മറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു പീസുകൾ ഇതിൻ്റെ അയൺ ചെയ്ത് എടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ എഡ്ജിലൂടെ ഇങ്ങനെ ഒന്ന് 2 പീസുകളും ജോയിൻ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനൊരു സൈസ് കണക്കാക്കുക. അപ്പോൾ ഞാൻ ഒരു 1 ഇഞ്ചാണ് നമ്മൾ ഓൾറെഡി എടുത്ത്, ആ ഒരു 1 ഇഞ്ചിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്യുക. 2 പീസും ഇതേപോലെ മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ കുർത്തീൻ്റെ നെക്കിൽ ഇത് പ്ലേസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുർത്തി നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇങ്ങനെ ഈ എഡ്ജിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ പിന്ന് കുത്തി കൊടുക്കുക, അത് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈനാണ് ഇതിൻ്റെ മുകളിലായിട്ട്, അതായത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുർത്തീൻ്റെ നെക്കിൻ്റെ എഡ്ജിലൂടെ വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നെക്കാണ്. അപ്പം നമ്മളുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെക്ക് ഡിസൈനാണ്. പിന്നെ ഞാനിവിടെ 2-3 ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.